ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലീഗൽ ഡയസ്. ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രേഡ് ഇൻ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന ദ കോപ്പിറൈറ്റ്സ് ആക്ട് 1957 ബാലൻസ് ടോപ്പിക്കാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുകയെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ഓഫ് കോപ്പിറൈറ്റ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കൊരു കോപ്പിറൈറ്റ് രജിസ്റ്റർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇതിന് മുന്നേ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കോപ്പിറൈറ്റിൻ്റെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് മാൻഡേറ്ററി അല്ല, ഓപ്ഷണലാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു കോപ്പിറൈറ്റിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വർക്കിൻ്റെ കോപ്പിറൈറ്റിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ, അല്ലെങ്കിൽ അതിൻ്റെ ഓണർ, അല്ലെങ്കിൽ അതിൻ്റെ പബ്ലിഷർ ഓർ അതിൻ്റെ ഓതർ. അപ്പോൾ ഓതർ, പബ്ലിഷർ, ഓണർ ഓർ എനി പേഴ്സൺ ഇൻട്രസ്റ്റഡ് ഇൻ ദ കോപ്പിറൈറ്റ് ഇൻ എനി വർക്ക്. അങ്ങനെയുള്ള ആർക്ക് വേണമെങ്കിലും രജിസ്ട്രേഷന് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ മേക്ക് ചെയ്യാനായിട്ട് പറ്റും. ആരുടെ അടുത്താണ് മേക്ക് ചെയ്യേണ്ടത്? ഈ കോപ്പിറൈറ്റ്സിൻ്റെ ഒരു രജിസ്ട്രാർ ഉണ്ട്. ആ രജിസ്ട്രാറിൻ്റെ അടുത്തായിരിക്കണം ഈ ഒരു ആപ്ലിക്കേഷൻ മേക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു രജിസ്ട്രേഷൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമിലായിരിക്കണം. ആൻഡ് അതിൻ്റെ അകത്ത് ഒരു പ്രിസ്ക്രൈബ്ഡ് ഫീസും കൂടെ കാണും. ദെൻ ഈ ഒരു ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ രജിസ്ട്രാർ എന്ത് ചെയ്യും? ഒരു നെസസറി ഇൻക്വയറി നടത്തും. എന്നിട്ട് ഈ ഒരു കോപ്പിറൈറ്റിൻ്റെ ആ ഒരു രജിസ്റ്റർ കാണും. ഈ രജിസ്റ്ററിൻ്റെ അകത്ത് ഈ ഒരു വർക്കിൻ്റെ എന്തൊക്കെയാണോ പെർട്ടിക്കുലേഴ്സ്, അതായത് അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ അതിനകത്തേക്ക് എൻറ്റർ ചെയ്യും ആ ഒരു രജിസ്റ്ററിൻ്റെ അകത്ത്. ഇനി ആ ഒരു കോപ്പിറൈറ്റ് രജിസ്റ്റേർഡ് ആകുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വർക്കിൻ്റെ ടൈറ്റിൽ, ആ ഒരു ടൈറ്റിലിൻ്റെ പേര്, അതുപോലെ തന്നെ ഇതിൻ്റെ ഓതർ, പബ്ലിഷർ, ഓണർ, ഇവരുടെയൊക്കെ നെയിം ആൻഡ് അഡ്രസ്സും ഈ ഒരു കോപ്പിറൈറ്റിൻ്റെ രജിസ്റ്ററിലേക്ക് എൻ്റർ ചെയ്യും. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ആദ്യം എന്താണ്? ആപ്ലിക്കേഷൻ കൊടുക്കുന്ന പ്രൊസീജിയറാണ്. ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമിലാണ്, രജിസ്ട്രാർക്കാണ് കൊടുക്കേണ്ടത്. ഇനി ആരായിരിക്കും കൊടുക്കാൻ പറ്റുന്നത്? ആർക്കൊക്കെയാണ്? ഓതർ, പബ്ലിഷർ, ഓണർ, അല്ലെങ്കിൽ എനി പേഴ്സൺ ഇൻട്രസ്റ്റഡ് ഇൻ ദ കോപ്പിറൈറ്റ് ഇൻ എനി വർക്ക്. അപ്പോൾ അവർക്കാണ് ആപ്ലിക്കേഷൻ മേക്ക് ചെയ്യാനുള്ള ഒരു എൻറ്റൈറ്റിൽഡ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത്. രജിസ്ട്രാർക്കാണ് കൊടുക്കാൻ പറ്റുന്നത്. പ്രിസ്ക്രൈബ്ഡ് ഫോമിലായിരിക്കണം. അതുപോലെ തന്നെ പ്രിസ്ക്രൈബ്ഡ് ഫീസും ഉണ്ടായിരിക്കും. പിന്നീട് ഇത് കിട്ടിക്കഴിയുമ്പോൾ, ആപ്ലിക്കേഷൻ കിട്ടിക്കഴിയുമ്പോൾ രജിസ്ട്രാർ എന്താണ് ചെയ്യുന്നത്? ഇൻക്വയറി നടത്തും. അതിനുശേഷം ഇതിൻ്റെ ടൈറ്റിലൊക്കെ അതിൻ്റെ പെർട്ടിക്കുലേഴ്സ്, ആ ഒരു വർക്കിൻ്റെ പർട്ടിക്കുലേഴ്സ് രജിസ്റ്ററിൽ എൻട്രി ചെയ്യും. പിന്നെ അതുപോലെ തന്നെ രജിസ്റ്റേർഡ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ വർക്കിൻ്റെ ടൈറ്റിലും അതുപോലെ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി ഓതർ, പബ്ലിഷർ ഓർ ഓണർ ഇത്രയും പേരുടെ നെയിം ആൻഡ് അഡ്രസ്സൊക്കെ ഇതിനകത്ത് രജിസ്റ്ററിലേക്ക് എൻട്രി ചെയ്യും. പിന്നെ ഈ ഒരു രജിസ്റ്റർ ഓഫ് കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് ഷാൽ ബി അറ്റ് ഓൾ റീസണബിൾ ടൈം ബി ഓപ്പൺ ടു ഇൻസ്പെക്ഷൻ. അതായത് ഇൻസ്പെക്ഷന് വേണ്ടി എപ്പോഴും ഇത് അവൈലബിൾ ആയിരിക്കണം. ഈ ഒരു രജിസ്റ്റർ ഓഫ് കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്, കോപ്പിറൈറ്റിൻ്റെ രജിസ്റ്റർ എപ്പോഴും ഇൻസ്പെക്ഷന് വേണ്ടി എല്ലാ റീസണബിൾ ടൈമിലും തുറന്നു കൊടുത്തിരിക്കുക എന്ന് പറയുമ്പോൾ അത് എപ്പോഴും അവൈലബിൾ ആക്കുക. ആൻഡ് ഇവിടെ ഈ ഒരു രജിസ്റ്ററിൻ്റെ ഒരു കോപ്പി കിട്ടാനായിട്ട് ഏതൊരാളും എൻറ്റൈറ്റിൽഡ് ആണ്. അപ്പോൾ അവർക്ക് ഒരു പ്രിസ്ക്രൈബ്ഡ് ഫീസ് പേ ചെയ്തതിന് ശേഷം ഈ ഒരു രജിസ്റ്ററിൻ്റെ കോപ്പി ഒബ്റ്റെയിൻ ചെയ്യാവുന്നതാണ്. അതിന് ആർക്ക് വേണമെങ്കിലും പറ്റും, ആർക്ക് വേണമെങ്കിലും അതിൻ്റെ കോപ്പി എടുക്കാവുന്നതാണ്. ആൻഡ് ഈ ഒരു രജിസ്റ്റർ ഓഫ് കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് എൻറ്റർ ചെയ്തിരിക്കുന്ന ആ ഒരു പെർട്ടിക്കുലേഴ്സ് ഉണ്ടല്ലോ, ആ ഒരു ഡീറ്റെയിൽസ്, അത് എന്ന് പറയുന്ന ഒരു അതിൻ്റെ ഒരു പ്രൈമ ഫേസി എവിഡൻസ് ആണ് ഈ ഒരു രജിസ്റ്റർ എന്ന് പറയുന്നത്. അതായത് ആ ഒരു എൻറ്റർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ് എന്നുള്ളതിനുള്ളൊരു തെളിവാണ് ഈ ഒരു രജിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഡോക്യുമെൻറ്റ്സ് പർപ്പോർട്ടിംഗ് ടു ബി കോപ്പീസ് ഓഫ് എനി എൻട്രീസ് ഇൻ ദ രജിസ്റ്റർ ഓഫ് കോപ്പിറൈറ്റ് സർട്ടിഫൈഡ് ബൈ ദ രജിസ്ട്രാർ ആൻഡ് സീൽഡ് വിത്ത് ദ സീൽ ഓഫ് ദ കോപ്പിറൈറ്റ് ഓഫീസ് ഷാൽ ബി അഡ്മിസിബിൾ ഇൻ എവിഡൻസ് ഇൻ ഓൾ കോർട്ട് വിതൗട്ട് ഫർദർ പ്രൂഫ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ദി ഒറിജിനൽ. അപ്പോൾ അതായത് ഈ പറയുന്ന ഏതെങ്കിലും ഒരു എൻട്രീസ്, ഈ രജിസ്റ്ററിലുള്ള ഏതെങ്കിലും എൻട്രീസായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ കോപ്പീസ്, അപ്പം അങ്ങനെയുള്ളതൊക്കെ ഈ രജിസ്ട്രാർ സർട്ടിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു കോപ്പിറൈറ്റ് ഓഫീസിൻ്റെ സീൽ അതിൻ്റെ അകത്ത് കാണും. അതുവഴി സീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അതെന്ന് പറയുന്നത് കോടതിയുടെ മുന്നിൽ കണക്കിലെടുക്കാൻ പറ്റുന്നത്, അതായത് എല്ലാ കോടതിയിലും അഡ്മിസിബിൾ ആയിട്ടുള്ളൊരു എവിഡൻസ് ആണ്. അതിന് ഫേർദർ പ്രൂഫ്, അതിൻ്റെ ഒറിജിനൽ വേണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഫേർദർ പ്രൂഫ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ദ ഒറിജിനൽ ഒന്നും ആവശ്യമില്ല. അതില്ലാതെ തന്നെ ഇതൊരു എവിഡൻസ് ആയിട്ട് കണക്കാക്കാൻ പറ്റും, ഇതിൻ്റെ കോപ്പീസ് എന്ന് പറയുന്നത് തന്നെ. അതുപോലെ തന്നെ ഈ ഒരു രജിസ്ട്രാർ ഓഫ് കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? മേ അമെൻഡ് ഓർ ഓൾട്ടർ ദ രജിസ്റ്റർ ഓഫ് കോപ്പിറൈറ്റ്.
അപ്പം ഈ ഒരു രജിസ്ട്രാർക്ക് എന്തിനുള്ളതുണ്ട്, ഈ പറയുന്ന രജിസ്റ്ററിനെ ചേഞ്ച് അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അമെൻഡ് ചെയ്യാനും അതിനകത്ത് ഓൾട്രേഷൻസ് വരുത്താനായിട്ടും മാറ്റങ്ങൾ വരുത്താനായിട്ടും ഒക്കെ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ കറക്റ്റിംഗ് എനി എറർ ഇൻ എനി നെയിം, അഡ്രസ് ഓർ പെർട്ടിക്കുലേഴ്സ്. ആദ്യം പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുമല്ലോ, ആ പെർട്ടിക്കുലേഴ്സ് കൊടുക്കുമല്ലോ, അതിൻ്റെ അകത്തോ അല്ലെങ്കിൽ പേരുകളിലോ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്തെങ്കിലും ആക്സിഡൻ്റലായിട്ടുള്ള ഒമീഷൻസ് ഒക്കെ വരുവാണ്, അല്ലെങ്കിൽ അതായത് അറിയാതെ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയി കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ട്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള എററുകൾ കറക്റ്റ് ചെയ്യാനായിട്ടും രജിസ്ട്രാർക്ക് പറ്റും. അതുകൊണ്ടാണ് ഈ രജിസ്റ്ററിനെ അമെൻഡ് ചെയ്യാം, ഓൾട്ടർ ചെയ്യാം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന്, പേരിലോ അഡ്രസ്സിലോ പെർട്ടിക്കുലേഴ്സിലോ എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത് പറഞ്ഞ കാര്യം എന്താണ്, എന്തെങ്കിലും ഒരു സാധനം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, അങ്ങനെ ആക്സിഡൻ്റലായിട്ട് അത് വിട്ടുപോയി, അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാനായിട്ടും അങ്ങനെയുള്ള എററുകൾ കറക്റ്റ് ചെയ്യാനായിട്ടും പറ്റും. പിന്നെ ഈ പറയുന്ന എല്ലാ എൻട്രി അല്ലെങ്കിൽ കറക്ഷൻ ഓഫ് എൻട്രി മെയ്ഡ് ഇൻ ദ രജിസ്റ്റർ ഓഫ് കോപ്പിറൈറ്റ് ഷാൽ ബി പബ്ലിഷ്ഡ് ബൈ ദ രജിസ്ട്രാർ ഓഫ് കോപ്പിറൈറ്റ് ഇൻ ദ ഒഫീഷ്യൽ ഗസറ്റ്. അതായത് ആദ്യമായിട്ട് ഇത് എൻറ്റർ ചെയ്യുന്നതാണെങ്കിലും അല്ലാതെ ഇപ്പോൾ ഈ രജിസ്റ്ററിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി ആ ഒരു ഉള്ള എൻട്രിയുടെ തന്നെ എന്തെങ്കിലും ഓൾട്ടറേഷൻസ് വരുത്തിയിട്ട് പിന്നെ പുതിയ കറക്ഷൻ നടത്തുന്നതാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിരിക്കണം, ഈ രജിസ്ട്രാർ ഈ ഒരു ഒഫീഷ്യൽ ഗസറ്റിൽ ഇത് പബ്ലിഷ് ചെയ്തിരിക്കണം. ഇപ്പോൾ രജിസ്ട്രാർ ഓഫ് കോപ്പിറൈറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. മറ്റേതെന്താണ്, രജിസ്റ്റർ ഓഫ് കോപ്പിറൈറ്റ് ആണ്. ആ ഒരു റെക്കോർഡ് പോലെ വെക്കുന്നതാണ് രജിസ്റ്റർ. അതിനകത്താണ് ഈ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. ദെൻ ഇവിടെ ഒരു കേസ് വരുന്നുണ്ട്, മാധവൻ വേഴ്സസ് SK നായർ ആൻഡ് അതേഴ്സ് എന്നാണ് കേസിൻ്റെ പേര്. ഇതിനകത്ത് പറഞ്ഞൊരു കാര്യമാണ്, ഒരു വർക്കിൻ്റെ രജിസ്ട്രേഷൻ അണ്ടർ ദി ആക്ട്, അതായത് ഈ ഒരു കോപ്പിറൈറ്റ് ആക്ടിൻ്റെ അണ്ടറിൽ ഒരു വർക്കിൻ്റെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് കമ്പൽസറി അല്ല. ആൻഡ് നോട്ട് എ കണ്ടീഷൻ പ്രീസിഡൻറ്റ് ഫോർ എ സ്യൂട്ട് ഫോർ ഡാമേജസ് ഫോർ ഇൻഫ്രിഞ്ച്മെൻറ്റ് ഓഫ് കോപ്പിറൈറ്റ്. നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു കോപ്പിറൈറ്റിൻ്റെ ഇൻഫ്രിഞ്ച്മെൻറ്റ് വന്നതിന് ആ ഒരാൾക്ക് കോമ്പൻസേഷൻ വേണമെന്ന് പറഞ്ഞിട്ടൊരു സ്യൂട്ട് കൊടുക്കാനായിട്ടുള്ള ഒരു പ്രീ കണ്ടീഷനായിട്ടും നമുക്ക് ഇതിനെ കണക്കാക്കാൻ പറ്റത്തില്ല. അതായത് ഇത് വേണമെന്ന് നിർബന്ധമില്ല, രജിസ്ട്രേഷൻ ചെയ്താൽ മാത്രമേ അയാൾക്ക് സ്യൂട്ട് ഫോർ ഡാമേജസ് കൊടുക്കാൻ പറ്റൂ എന്നൊന്നും ഇല്ല. അപ്പോൾ ഇത്രയാണ് ആ ഒരു രജിസ്ട്രേഷൻ ഓഫ് കോപ്പിറൈറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അത് കഴിഞ്ഞ് നോക്കാനുള്ളൊരു ടോപ്പിക്കാണ് ടേം ഓഫ് കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പേറ്റൻറ്റിൻ്റെ എത്ര നാളുണ്ട് അതുപോലെയൊക്കെ പഠിച്ചാണ്, അതുപോലെ തന്നെയാണ് ഈ ടേം ഓഫ് കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൻസ് 22 തൊട്ട് 29 വരെയും അതുപോലെ തന്നെ സെക്ഷൻസ് 37, 38 ഇങ്ങനെ 2 സെക്ഷൻസുമാണ് കോപ്പിറൈറ്റിൻ്റെ ടേം, അതായത് എത്ര നാളാണ് ഈ കോപ്പിറൈറ്റ് ഒരാൾക്ക് കിട്ടുന്നത്. അപ്പോൾ അത് അയാളുടെ വാലിഡിറ്റി, ആ ഒരു കോപ്പിറൈറ്റിൻ്റെ വാലിഡിറ്റി എത്ര നാൾ വരെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ടേം ഓഫ് കോപ്പിറൈറ്റ് വേരീസ് അക്കോർഡിംഗ് ടു ദ നേച്ചർ ഓഫ് ദ വർക്കിൻ്റെ നേച്ചറിനനുസരിച്ച് ഈ ഒരു കോപ്പിറൈറ്റിൻ്റെ ടേമും മാറുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് തന്നെ നമുക്കൊരു 8 സബ് പോയിൻറ്റ്സ് ആയിട്ട് പഠിക്കാനുണ്ട്. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേം ഓഫ് കോപ്പിറൈറ്റ് ഇൻ ലിറ്റററി, ഡ്രാമറ്റിക്, മ്യൂസിക്കൽ ഓർ ആർട്ടിസ്റ്റിക് വർക്ക്സ്. ഡ്രാമറ്റിക്കോ ലിറ്റററിയോ മ്യൂസിക്കൽ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് വർക്കുകൾ വന്നു കഴിഞ്ഞാൽ എത്ര നാളത്തേക്കാണ് ആ ഒരു കോപ്പിറൈറ്റ് കിട്ടുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ സെക്ഷൻ 22 പറയുന്നത്. ഈ ഒരു ലിറ്റററിയോ ഡ്രാമറ്റിക്കോ മ്യൂസിക്കൽ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് വർക്ക് എന്ന് പറയുന്നത് ഓതറിൻ്റെ ലൈഫ് ടൈമിലാണ് പബ്ലിഷ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു കോപ്പിറൈറ്റ് എത്ര നാൾ വരെ നിലനിൽക്കും? Until 60 years from the beginning of the calendar year next following the year in which the author dies. അപ്പം ഈ ഓതർ മരിക്കുന്ന ആ ഒരു ഇയർ കഴിഞ്ഞ് വരുന്ന നെക്സ്റ്റ് ഫോളോയിങ് ഇയറിൻ്റെ ആ ഒരു ബിഗിനിങ് തൊട്ട് ഒരു 60 വർഷത്തേക്കാണ് ഈ ഒരു കോപ്പിറൈറ്റ് നിലനിൽക്കുന്നത്. ഇനി ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് ഓഫ് ജോയിൻറ്റ് ഓതർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ദ കോപ്പിറൈറ്റ് ഷാൽ സബ്സിസ്റ്റ് ഫോർ 60 years ഫ്രം ദ ബിഗിനിങ് ഓഫ് ദ കലണ്ടർ ഇയർ നെക്സ്റ്റ് ഫോളോയിങ് ദ ഇയർ ഇൻ വിച്ച് ദ ഓതർ ഡൈസ് ലാസ്റ്റ്. എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ജോയിൻറ്റ് ഓതർഷിപ്പ് ആണെന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ഓതേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഏത് ഓതറാണോ മരിക്കുന്നത് അപ്പോൾ ആ ഒരു സമയം തൊട്ട് ആ ഒരു ഇയറിൻ്റെ പിന്നെ ഫോളോയിങ് ആയിട്ട് വരുന്ന ഇയർ ഉണ്ട്, നെക്സ്റ്റ് ഫോളോയിങ് ഇയറിൻ്റെ ബിഗിനിങ്ങിൽ തൊട്ട് 60 വർഷമായിരിക്കും കണക്കാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു കോപ്പിറൈറ്റിൻ്റെ ടേം. എങ്ങനെ വരുവാണെന്നുണ്ടെങ്കിലാണ് ഒരു ലിറ്റററിയോ ഡ്രാമറ്റിക്കോ ആർട്ടിസ്റ്റിക് അല്ലെങ്കിൽ മ്യൂസിക്കൽ വർക്ക് ആണെന്നുണ്ടെങ്കിലാണ് ഈ ഒരു കാര്യം. അപ്പോൾ ഡ്യൂറിങ് ദ ലൈഫ് ടൈം ഓഫ് ദ ഓതർ അതാണ് ഒരു കണ്ടീഷൻ. മറ്റൊന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പോൾ ജോയിൻറ്റ് ഓതർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, ഇത് രണ്ടുമാണ് അവിടുത്തെ 2 കണ്ടീഷൻസ് അല്ലെങ്കിൽ 2 സർക്കംസ്റ്റൻസസ് പറയുന്നത്. അപ്പോൾ ഡ്യൂറിങ് ദ ലൈഫ് ടൈം ഓഫ് ദ ഓതർ ആണെന്നുണ്ടെങ്കിൽ എന്താണ് 60 years, അതൊന്ന് പഠിച്ചു വെക്കുക. അതായത് 60 വർഷം ആണ് പറയുന്നത്. എപ്പോൾ തൊട്ടാണ്?
ഫ്രം ദ ബിഗിനിങ് ഓഫ് ദ കലണ്ടർ ഇയർ നെക്സ്റ്റ് ഫോളോയിങ് ദ ഇയർ ഇൻ വിച്ച് ദ ഓദർ ഡൈസ്. ആ ഒരു ഓദർ മരിക്കുന്ന ആ ഒരു ഇയർ കഴിഞ്ഞിട്ട് വരുന്ന ഫോളോയിങ് ഇയർ, ആ ഒരു ഇയറിൻ്റെ ബിഗിനിങ്ങിലാണ് വരുന്നത്. ആ ഒരു ബിഗിനിങ് തൊട്ട് 60 വർഷമാണ് പറയുന്നത്. അതേപോലെ തന്നെയാണ് ജോയിൻ്റ് ഓദർഷിപ്പ് വന്നു കഴിഞ്ഞാലും. അപ്പം ലാസ്റ്റ് മരിക്കുന്ന ആ ഒരു ഓദറിൻ്റെ ഇതുപോലെ തന്നെ നെക്സ്റ്റ് ഫോളോയിങ് ആയിട്ട് വരുന്ന ആ ഒരു ഇയറിൻ്റെ ബിഗിനിങ് തൊട്ട് 60 വർഷം വരെയാണ് പറയുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടേം ഓഫ് കോപ്പിറൈറ്റ് ഇൻ അനോണിമസ് ആൻഡ് സ്യൂഡോണിമസ്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒന്നുകിൽ ആ ഒരാൾ എഴുതിയത് ആരാണെന്ന് അറിയത്തില്ല, അനോണിമസ് ആയിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു കണ്ടീഷൻ എന്താണ്, സ്യൂഡോണിമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാളുടെ പേരിൽ എഴുതുക. ഇപ്പോൾ നമ്മൾ പലരുടെയും തൂലിക നാമങ്ങൾ എന്ന് പറയുന്നത്, അതായത് അവരവരുടെ റിയൽ നെയിം പറയാതെ വേറെ പേരുകളാണ് അവരുടെ വർക്കിനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പം അതാണ് അനോണിമസ്ലി അല്ലെങ്കിൽ സ്യൂഡോണിമസ്ലി ആണ് ഒരു ആർട്ടിസ്റ്റിക് വർക്ക് അല്ലെങ്കിൽ ലിറ്റററി, ഡ്രാമറ്റിക്, അങ്ങനെ ഈ പറയുന്ന ഏതും ആകാം, മ്യൂസിക്കൽ വർക്ക്, ഇതിൽ ഏതാണെന്നുണ്ടെങ്കിലും സ്യൂഡോണിമസ് ആയിട്ടോ അനോണിമസ് ആയിട്ടാണ് പബ്ലിഷ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു പബ്ലിക്കേഷൻ നടന്നു കഴിഞ്ഞ് 60 വർഷമായിരിക്കും ഈ ഒരു കോപ്പിറൈറ്റ് സബ്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 60 years ഫ്രം ദ പബ്ലിക്കേഷനാണ് ഇവിടെ പറയുന്നത്. എല്ലാം 60 years ആണ്. അപ്പോൾ എപ്പോൾ തൊട്ടാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ 60 years ഫ്രം ദ പബ്ലിക്കേഷൻ. ഇനി ഇപ്പോൾ അവിടെ തന്നെ ഈ ഒരു ഓദറിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ എഴുതുമ്പോഴാണ് അനോണിമസ് അല്ലെങ്കിൽ സ്യൂഡോണിമസ് ഒക്കെ നമ്മൾ പറയുന്നത്. ഇനി അവിടെ ഓദറിൻ്റെ ഐഡൻറ്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തു എപ്പോഴാണ്, ഈ ഒരു പീരീഡ് എക്സ്പയർ ആവുന്നതിന് മുന്നേ തന്നെ. അപ്പോൾ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് എത്ര നാളത്തേക്കായിരിക്കും, ആ ഒരു ഓദർ ആരാന്ന് ഡിസ്ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഓദറിൻ്റെ മരണം തൊട്ട് 60 വർഷമായിരിക്കും കണക്കാക്കുന്നത്. അപ്പോൾ 60 years മോർ ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ദി ഓദർ. ഇതാണ് ടേം ഓഫ് കോപ്പിറൈറ്റ് ഇൻ അനോണിമസ് ആൻഡ് സ്യൂഡോണിമസ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തേതാണ് ടേം ഓഫ് കോപ്പിറൈറ്റ് ഇൻ പോസ്തുമസ്. പോസ്തുമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണശേഷം ഒരു വർക്ക് പബ്ലിഷ് ചെയ്യപ്പെട്ടു. അപ്പോൾ അവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു വർക്കിന് കോപ്പിറൈറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഓൺ ദ ഡേറ്റ് ഓഫ് ഡെത്ത് ഓഫ് ദ ഓദർ ആൻഡ് ദ വർക്ക് ഹാസ് നോട്ട് ബീൻ പബ്ലിഷ്ഡ് ബിഫോർ ഹിസ് ഡെത്ത്. അയാളുടെ മരണത്തിന് മുന്നേ, അയാൾ ജീവിച്ചിരുന്ന സമയത്തൊന്നും ഈ വർക്ക് പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടില്ല, അയാൾ മരിച്ചതിന് ശേഷമാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന, അയാൾ മരണം കഴിഞ്ഞ് പിന്നെ വരാൻ പോകുന്ന 60 വർഷത്തേക്കായിരിക്കും ഈ ഒരു കോപ്പിറൈറ്റ് സബ്സിസ്റ്റ് ചെയ്യുന്നത്. അതാണ് പോസ്തുമസിൻ്റെ കാര്യത്തിൽ വരുന്നത്. ഇനി അത് കഴിഞ്ഞ് ടേം ഓഫ് കോപ്പിറൈറ്റ് ഇൻ ഫോട്ടോഗ്രാഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 60 years ഫ്രം ദ ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ. സിനിമാറ്റോഗ്രാഫിൻ്റെതും അതേ തന്നെയാണ്, 60 years ഫ്രം ദ ഡേറ്റ് ഓഫ് പബ്ലിക്കേഷനാണ്. ദെൻ സൗണ്ട് റെക്കോർഡിംഗ് ആണെങ്കിലും 60 years ആണ്. ദെൻ ഗവൺമെൻറ് വർക്കോ അല്ലെങ്കിൽ പബ്ലിക് അണ്ടർടേക്കിങ്ങിൻ്റെ വർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോപ്പിറൈറ്റും ഇതേപോലെ തന്നെ പബ്ലിക്കേഷനിൽ നിന്നും 60 വർഷം വരെയാണ് ഇതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത്. ദെൻ ബ്രോഡ്കാസ്റ്റ് റീപ്രൊഡക്ഷൻ റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ 25 years ഫ്രം ദ ബ്രോഡ്കാസ്റ്റ് ഈസ് മെയ്ഡ്. ബ്രോഡ്കാസ്റ്റ് മേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 25 വർഷമാണ് ഇതിൻ്റെ ബ്രോഡ്കാസ്റ്റ് റീപ്രൊഡക്ഷൻ റൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളിതിൽ ഓർക്കേണ്ട പോയിന്റുകൾ. അതായത് ആദ്യം നോക്കേണ്ടത് ലിറ്റററി, ഡ്രാമറ്റിക്, ആർട്ടിസ്റ്റിക്, മ്യൂസിക്കൽ വർക്ക് വരുമ്പം അതിൻ്റെ അകത്ത് തന്നെ 2 കേസസ് പറഞ്ഞു. ഡ്യൂറിങ് ദ ലൈഫ് ടൈം ഓഫ് ദ ഓദർ വരുമ്പോഴും അതുപോലെ തന്നെ ജോയിൻ്റ് ഓദർഷിപ്പ് വരുമ്പോഴും. രണ്ടാമത് എന്താണ്, അനോണിമസോ അല്ലെങ്കിൽ സ്യൂഡോണിമസോ. അവിടെ ഇത് തന്നെ ലിറ്റററി, ആർട്ടിസ്റ്റിക്, ഡ്രാമറ്റിക് ഒരു മ്യൂസിക്കൽ വർക്ക് തന്നെ അനോണിമസോ സ്യൂഡോണിമസോ ആകുമ്പോൾ ഉള്ളൊരു കാര്യം. ഇനി ആ ഒരു സമയത്ത് തന്നെ ആളുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എത്ര പീരീഡാണ് വരുന്നത്. ദെൻ മൂന്നാമത് പറഞ്ഞാൽ എന്താണ്, പോസ്തുമസ് ആയിട്ട്, അതായത് ഒരാളുടെ മരണത്തിന് ശേഷം പബ്ലിഷ് ചെയ്യപ്പെടുന്നതാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്. ദെൻ പിന്നെ വരുന്നത് ഫോട്ടോഗ്രാഫിനും സിനിമാറ്റോഗ്രാഫ് ഫിലിമിനും സൗണ്ട് റെക്കോർഡിങ്ങിനും അതുപോലെ തന്നെ ഗവൺമെൻറ് വർക്കോ അല്ലെങ്കിൽ പബ്ലിക് അണ്ടർടേക്കിംഗ് വർക്ക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്, പബ്ലിക്കേഷനിൽ നിന്നും 60 വർഷമാണ് പറയുന്നത്. അതിന് എല്ലാത്തിനും സെയിം ആണ്. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഇത്രയും നമ്മൾ പറഞ്ഞതിലെല്ലാം 60 years ആണ്. ഫ്രം എപ്പോൾ തൊട്ടാണ് എന്നുള്ളൊരു ഡേറ്റ് മാത്രമേ ആ ഒരു കണ്ടീഷൻ മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ആ ഒരു ബ്രോഡ്കാസ്റ്റ് റീപ്രൊഡക്ഷൻ റൈറ്റ് വരുമ്പം 25 വർഷത്തിൻ്റെ കണക്കാണ് പറയുന്നത്. ബ്രോഡ്കാസ്റ്റ് മേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് 25 വർഷമാണ് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ എന്താണ് ബ്രോഡ്കാസ്റ്റ് റീപ്രൊഡക്ഷൻ റൈറ്റ് എന്നുള്ളതാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, ആൻഡ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.